ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെച്ചപ്പെട്ട പുതിയൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പ്ലോറിംഗ് ദ മിക്സേഴ്സ് ആൻഡ് ദർ സെപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്കാണ്, ഉറപ്പായിട്ടും വരുന്ന ടോപ്പിക്കാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചേക്കുക. അതിന് മുമ്പേ മക്കളോട് പറയാനുള്ളത്, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഡിസ്റ്റിലേഷൻ പറ്റി ഒരു ഐഡിയയും ഇല്ലാത്ത നിങ്ങളെ കൂട്ടുകാരനോ അല്ലെങ്കിൽ കൂട്ടുകാരിയോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ആദ്യം പഠിക്കുക, അതിനുശേഷം അവർക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ നേരെ കാര്യത്തിലേക്ക് വരാം. എന്താണ് ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ? മക്കളെ, ഇത് എ ഹോമോജിനസ് മിക്സർ ഓഫ് ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ദീസ് മെത്തേഡ്സ്. മനസ്സിലായില്ലല്ലോ? യെസ്, മനസ്സിലാക്കി തരാം. അതായത് ഹോമോജിനസ് മിക്സർ ഓഫ് ടു miscible liquids can be separated by these methods. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം സാറേ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, മക്കളെ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് കീറി മുറിച്ച് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. സോ എ ഹോമോജിനസ് മിക്സർ ഓഫ് ടു മിക്സിബിൾ ലിക്വിഡ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ. അതായത് ഹോമോജിനസ് മിക്സർ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാമല്ലോ. അതായത് ഒരുമിച്ച് കൂടിച്ചേർന്ന് ഒരൊറ്റ ഒന്നായിട്ട് ഫീൽ ചെയ്യുന്ന മിക്സറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോമോജിനസ് മിക്സർ എന്ന് പറയുന്നത്. ടു മിക്സിബിൾ ലിക്വിഡ്സ് എന്താണ് മക്കളെ? മിക്സിബിൾ ലിക്വിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിക്സിബിൾ ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടിച്ചേർന്നിട്ട് ഒരു രൂപത്തിൽ കാണപ്പെടുന്ന ലിക്വിഡ്സുകൾ ഉണ്ടാവും അല്ലെ? ഒരുമിച്ച് ചേർന്നിട്ട് എന്താണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഏത് മക്കളെ? ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരുമിച്ച് കൂടി ചേർന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് രണ്ടാളുകളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഇപ്പം നമ്മൾ എ എന്നൊരു ലിക്വിഡ് എടുത്തു, ബി എന്നൊരു ലിക്വിഡ് എടുത്തു, എന്നിട്ട് ഇത് രണ്ടും കൂടി കൂട്ടിക്കലക്കി അല്ലെ? ഇതിൻ്റെ അകത്ത് എയും ഉണ്ട് ബിയും ഉണ്ട്, രണ്ടും കൂടി മിക്സ് ചെയ്ത് കിടക്കുകയാണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കടാ. അപ്പോൾ ഇതിനെ നമ്മൾ വേർതിരിക്കുന്ന രീതിയാണ് ഡിസ്റ്റിലേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിസ്റ്റിലേഷൻ ചെയ്യുന്നത് എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ്? നമ്മൾ ബോയിലിംഗ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ള കാര്യം ഒരു കാരണവശാലും മറന്നു പോകരുത്. ബോയിലിംഗ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസ്റ്റിലേഷൻ നടത്തുന്നത്. പഠിച്ചു വെച്ചോളാം. ഓൺ ദ ബേസിസ് ഓഫ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് നടത്തുന്നത്? ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോസസ്സ് നടക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ എ എന്ന് പറഞ്ഞിരിക്കുന്നതിന് സപ്പോസ് എന്താണ് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ് എന്ന് വിചാരിക്കുക, ബി എന്ന് പറഞ്ഞിരിക്കുന്നതിന് ബോയിലിംഗ് പോയിന്റ് കുറവാണ് എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിൽ ആദ്യം ബോയിൽ ചെയ്യുന്നത്, തിളയ്ക്കുന്നത് ആരാണ്? ആദ്യം തിളയ്ക്കുന്നത് ബോയിലിംഗ് പോയിന്റ് കുറവുള്ളതായിരിക്കും. മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. വെൻ എവർ ബോയിലിംഗ് പോയിന്റ് ഈസ് ഹൈ മീൻസ്, അതായത് ബോയിലിംഗ് പോയിന്റ് കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ എത്ര ചൂടാക്കിയാലും, നമ്മൾ പണിപെട്ട് ചൂടാക്കിയാലും ആര് തിളയ്ക്കൂല, ആര് ബോയിൽ ചെയ്യൂല? ഈ ബോയിലിംഗ് പോയിന്റ് കൂടിയ ആൾ തിളയ്ക്കൂല. പക്ഷേ ബോയിലിംഗ് പോയിന്റ് കുറവ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊന്ന് ചൂടാക്കുമ്പോഴേക്കും എന്ത് ചെയ്യും? മൂപ്പര് ബോയിൽ ചെയ്തു വരും. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആദ്യം തിളയ്ക്കുന്നത് അല്ലെങ്കിൽ ബോയിൽ ചെയ്യുന്നത് ആരായിരിക്കും? ബോയിലിംഗ് പോയിന്റ് കുറവുള്ള ആളായിരിക്കും. അയാൾ തിളച്ചിട്ട് എന്തായിട്ട് പോയും? ഒരു വേപ്പറായിട്ട് മേലേക്ക് പോരും. ഓക്കെ, അപ്പോൾ ഈ വേപ്പറായിട്ട് പോകുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ കളക്ട് ചെയ്യുന്നു. അപ്പോൾ ബി എന്ന് പറഞ്ഞ ആൾ വേപ്പറായിട്ട് നേരെ പോകും. കാരണം ബിക്കോസ് ദ ബോയിലിംഗ് പോയിന്റ് ഈസ് വെരി ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് നേരെ ബോയിലിംഗ് ഇങ്ങനെ തിളച്ചതാ ഇതിൻ്റെ മുകളിൽ പോയിട്ട് പറ്റി പിടിച്ചെടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആര് ഓൾറെഡി ഉണ്ട്? എ ഇവിടെ ഓൾറെഡി ഉണ്ട്, ബി നേരെ മേലോട്ട് കയറി. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്തു. എ നമ്മളിവിടെ വെച്ചു, ബി എ നമ്മൾ മേലോട്ട് കൊണ്ടുപോയി. കണ്ടോ, രണ്ട് ലിക്വിഡ്സുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ മക്കളെ? സോ പ്ലീസ് റിമെമ്പർ ഡിസ്റ്റിലേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ദി ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഐഡിയയിലാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്റ്റിലേഷൻ വർക്ക് ചെയ്യുന്നത്. എന്താണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു? ബോയിലിംഗ് പോയിന്റ് ഹൈ ആകുന്ന സമയത്ത് അത് പെട്ടെന്ന് തിളക്കില്ല, അത് ബോയിൽ ചെയ്യില്ല. ബോയിലിംഗ് പോയിന്റ് കുറവ് അല്ലെങ്കിൽ ലെസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തിളയ്ക്കും. അതുകൊണ്ടാണ് ബി പെട്ടെന്ന് മേലോട്ട് പോയി മേലോട്ട് പോയി ഇത് നമ്മൾ കളക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ബി ഇവിടെ എത്തി, എ ഇവിടെ തന്നെ ഉണ്ട്. കണ്ടോ, എ ബി എ നമ്മൾ എന്താക്കി? സെപ്പറേറ്റ് ചെയ്ത്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ? ചുരുങ്ങിയ സമയം ഉണ്ടെങ്കിൽ ഡിസ്റ്റിലേഷൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടിയിലൊന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ മക്കളോട് പറയാനല്ലേ, ഇത്തരം എല്ലാ ഐഡിയാസുകളും, നിങ്ങൾക്ക് ടഫസ്റ്റ് തോന്നുന്ന എല്ലാ ഐഡിയാസുകളെയും അല്ലെങ്കിൽ ടോപ്പിക്കുകളെയും നമ്മൾ കീറി മുറിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റിക്കൊണ്ടാണ് നമ്മൾ ഏത് വരുന്നത്? 95 CBS പവർ ബാച്ച് വരുന്നത്. പേര് പോലെ തന്നെ പവർഫുൾ ആണ്. വൈ? കേരളത്തിലെ മികച്ച ഫാക്കൽറ്റീസ് എടുക്കുന്ന റെക്കോർഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകൾ മാത്രമല്ല, നമുക്ക് എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമുണ്ട്, സബ്ജക്ട് വൈസ് ക്ലബ്ബുകളുണ്ട്, കഴിഞ്ഞിട്ടില്ല എക്സാം
ഫോക്കസ്ഡ് സ്പെഷ്യൽ ലൈവുകളുണ്ട്, കഴിഞ്ഞിട്ടില്ല പേഴ്സണായിട്ട് മെൻറ്റർഷിപ്പുകളുണ്ട്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതാ 8999 എന്ന് പറഞ്ഞിരിക്കുന്ന ചെറിയൊരു ഫീസിനാണ്. ഇതൊരു മാസത്തേക്കല്ല, ഒരു കൊല്ലത്തേക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ക്ലാസ് 9 CBSE കളർഫുൾ ആക്കാൻ വേണ്ട മുഴുവൻ ഫീച്ചേഴ്സുകളും നമ്മൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. മാത്രമല്ല ചില ആളുകൾക്ക് മാത്സ് ബേസിക്കിൻ്റെ ആവശ്യമുണ്ടാവും, അതേപോലെ തന്നെ ഇംഗ്ലീഷ് ബേസിക്കിൻ്റെ ആവശ്യമുണ്ടാവും, ഹിന്ദി ബേസിക്കിൻ്റെ ആവശ്യമുണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇതിന് ഒപ്പം ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക. എന്താണ് സാർ ഇത്ര തിരക്ക് കൂട്ടുന്നതാണ് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ മക്കളെ, ഈ ഒരു എന്താണ് പ്രൈസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് പറയുന്നത്. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലാസ് 9th ബന്ധപ്പെട്ട എന്താണ് നോട്ട്സുകൾ, സ്ലൈഡുകൾ ഇതൊക്കെ എവിടെ നിന്ന് ലഭിക്കുമെന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അതിനും ഉത്തരമുണ്ട്. അല്ല സാറേ ഇതിന് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പൈസ കൊടുക്കണം. എടാ അതിന് പൈസ വേണ്ടടാ, നിങ്ങളൊന്ന് ചേർന്നാൽ മതി. അതിനനുസരിച്ച് ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലുണ്ട്. നിങ്ങൾക്ക് വേണ്ട നോട്ട്സുകൾ, പുതിയ അപ്ഡേറ്റ്സുകൾ, ക്വസ്റ്റ്യൻസുകൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ ക്ലാസ് എന്താണ് CBSE ക്ലാസ് 9 കളർഫുൾ ആക്കാനുള്ള മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകും. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മളെ പവർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ളതും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിൻ്റെ നമ്മുടെ ചാനൽ ലിങ്കും. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. ഗുഡ് ബൈ.